to our channel, Artisan Talks. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ ഇമേജ് ക്രിയേറ്റീവ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന്റെ ഒരു ഇനിഷ്യേറ്റീവാണ് ഈ പോഡ്കാസ്റ്റ് ആണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഫാഷൻ ഡിസൈനിങ് ആണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഒരു ഫാഷൻ ഡിസൈനർ ആൻഡ് അലൂമിനി കൂടിയാണ് രാജി. ഹായ് രാജി. ഹായ്. I'm അതുല്യ. നമ്മുടെ കൂടെ നിന്നുള്ളത് ഞാൻ സാൻഡ്ര. എൻ്റെ പേര് നേഹ. ഈ ഫാഷനിൽ ഒരുപാട് ഇല്യൂഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ ഞാൻ കേട്ടിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ഇടുന്ന ഡ്രസ്സ് അനുസരിച്ച് നമ്മളെ ബോഡി ഷേപ്പ് ഒക്കെ ചേഞ്ച് ആക്കി കാണിക്കാം, നമ്മൾ ഹൈറ്റ് കുറഞ്ഞവർക്ക് ഹൈറ്റ് കൂടുതലാക്കി കാണിക്കാം. ആക്ച്വലി അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും ഫാഷൻ. നമുക്ക് ഡ്രസ്സിങ്ങിൽ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് കേർവി ആയിട്ടുള്ള ബോഡി ടൈപ്പുള്ള ആൾക്കാർക്ക് മെയിനായിട്ട് ഡാർക്ക് കളേഴ്സ് ആയിരിക്കും ചൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫാബ്രിക് ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഫ്ലോയി ആയിട്ടുള്ള കുറച്ച് തിന്നായിട്ടുള്ള ഫാബ്രിക് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. പാറ്റേൺ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രെയിറ്റ് ഫിറ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആയിരിക്കും. അതുപോലെ തന്നെ മോട്ടീവ്സ് നോക്കുവാണെങ്കിൽ കുറേ വലിയ വലിയ പ്രിൻറ്റ്, വലിയ വലിയ ചെക്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് കുഞ്ഞ് പ്രിൻറ്റ്സ്, കുഞ്ഞ് ചെക്സ്, അതുപോലെ തന്നെ നമ്മൾ പഫ് സ്ലീവ് അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാദേഴ്സോ പ്ലീറ്റ്സോ അങ്ങനെ വരുന്നതൊക്കെ നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ഫിറ്റ് ഡ്രസ്സസ് ആയിരിക്കും അവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുക. നമുക്ക് ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ അതിന് മാത്രമേ പറ്റുള്ളൂ. അതുപോലെ സ്ലീവ്സ് വരുമ്പോൾ കുറച്ച് ലോങ് ആയിട്ടുള്ള സ്ലീവ്സ്, നെക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ലോങ്ങേറ്റഡ് ആയിട്ടുള്ളൊരു വിയോ സ്കൂപ്പ് നെക്കോ അങ്ങനത്തെയൊക്കെ നമ്മൾ ടോട്ടലി ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇല്യൂഷൻ നമുക്ക് കേർവി ആയിട്ടുള്ളൊരു ബോഡി ടൈപ്പിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്ലിം ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നേരെ തിരിച്ചല്ല, ഓപ്പോസിറ്റ് ആയിരിക്കും. ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യാം. അതുപോലെ പാറ്റേൺസിൽ ഈ പറഞ്ഞ പോലെ ഫ്രില്ലും പ്ലീറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ മോണോക്രോമാറ്റിക് അല്ലാതെ നമുക്ക് ഡ്രസ്സസ് വെയർ ചെയ്യാം. ഹൊറിസോണ്ടൽ സ്ട്രൈപ്സ് ഉള്ള ഡ്രസ്സസ് വെയർ ചെയ്യാം. പിന്നെ നെക്ക് ആണെങ്കിൽ കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള, സ്ലീവ്സ് ആണെങ്കിൽ റഫിൾസോ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഇനി ഹൈറ്റിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചും കൂടെ ലെങ്ത് ആയിട്ടുള്ള ഡ്രസ്സസും, കുറച്ച് ടോളർ ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സസും. ഇവിടെ നമുക്ക് ഈ ലൈൻസ് ഹൊറിസോണ്ടൽ വേർട്ടിക്കൽ ലൈൻസും ഇതിൽ നമുക്ക് റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടോളറായിട്ടുള്ള ആൾക്കാർ ഹൊറിസോണ്ടലി ആൻഡ് ഷോർട്ടായിട്ടുള്ള ആൾക്കാർ ടോളായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് വേർട്ടിക്കൽ ലൈൻസും ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ഫ്ലെയർഡ് ജീൻസ്, പിന്നെ അല്ലെങ്കിൽ പാൻസിൻ്റെ സെയിം കളർ ഫുഡ് വെയർ നമ്മൾ സെയിം യൂസ് ചെയ്യുമ്പോഴത്തേക്കും സെയിം കളർ നമുക്കൊരു ഹൈറ്റ് ഉള്ള പോലെ ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിൽ. പിന്നെ നമുക്ക് ഹീൽസ് ഒക്കെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ഹൈറ്റും കൂടെ ഫീൽ ചെയ്യും. ഈ ഹീൽസ് ഒക്കെ ഇല്ലേ, ഹൈ ഹീൽസ് ആക്ച്വലി പേർഷ്യൻ മെൻ ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതായിരുന്നു. പിന്നെ യൂറോപ്യൻസ് അത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവർ ഫാഷനിലേക്ക് അഡോപ്റ്റ് ചെയ്തതാണ് ഹൈ ഹീൽസ് എന്ന് പറയുന്നത്. ഈ ബോഡി ഷേപ്പ്, ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് ബോഡി ഷേപ്പ് ആയിരിക്കും. അപ്പൊ ചിലർക്ക് പ്യുവർ ഷേപ്പ് ആയിരിക്കും, ചിലർക്ക് ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. അപ്പൊ ഓരോ ടൈപ്പ് ഓഫ് ഷേപ്പിനും ഓരോ ചിലപ്പോ ഒരേ മെറ്റീരിയൽ ചേരണം എന്നില്ല. ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസൈൻസ് ആയിരിക്കും ചേരുന്നത്. അതിനെപ്പറ്റി എന്താ പറയുക? നമുക്ക് ഇതും സെയിം കൈൻഡ് ഓഫ് ഒരു ഇല്യൂഷൻ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബോഡി ഷേപ്പാണ്, ബോഡി സ്ട്രക്ചറാണ്. അപ്പം നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഒരു ഡ്രസ്സിങ് ഇല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഇപ്പം പ്യൂർ ഷേപ്പ് ആണെങ്കിൽ ഫിറ്റ് ആൻഡ് ഫ്ലെയർ ആയിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കും ഇപ്പോൾ. അതുപോലെ തന്നെ മോണോക്രോമാറ്റിക് കളേഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യും. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലും ഷോൾഡർ പോർഷൻ നാരോവും ഹിപ്പ് പോർഷൻ കുറച്ച് വൈഡും ആയിരിക്കും. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഷോൾഡർ പോർഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ റഫിൾഡ് സ്ലീവ്സോ പഫ് സ്ലീവ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതുപോലെ നേരെ തിരിച്ച് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മുടെ ഷോൾഡേഴ്സ് ഭയങ്കര ബ്രോഡും നമ്മുടെ ഹിപ്പ് സൈസ് വരുന്നത് ഭയങ്കര നാരോ ആയിരിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പോർഷൻ ലോവർ ബോഡി ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ നമുക്ക് ക്രഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലോ അല്ലെങ്കിൽ പ്ലീറ്റഡ് സ്കേർട്ടോ പലേഴ്സോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് വൈഡ് ലെങ്ത് ജീൻസൊക്കെ നമുക്ക് അതുമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ ബോഡി തന്നെ, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് തോന്നിക്കുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഫാഷനിൽ ഈ സോഷ്യോ എക്കണോമിക് സെറ്റപ്പ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നവർ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വലിയ എക്സാമ്പിളാണ് പോക്കറ്റ് റെവല്യൂഷൻ. മുമ്പത്തെ കാലങ്ങളിൽ സ്ത്രീകളുടെ ഡ്രസ്സിലൊന്നും പോക്കറ്റ് വെക്കത്തില്ലായിരുന്നു, മെന്നിൻ്റെയിൽ മാത്രമായിരുന്നു വെക്കുന്നത്. കാരണം ഈ കാർ കീസ് ക്യാഷ് ഒക്കെ അവരായിരുന്നു ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് അതിൻ്റെ നീഡ് ഇല്ല എന്നായിരുന്നു. പക്ഷെ ഇപ്പം സ്ത്രീകളുടെ ക്ലോത്തിങ്ങിലും വെക്കുന്നുണ്ട് പോക്കറ്റ്സ് ഒക്കെ. കാരണം അവരിപ്പോൾ സ്വന്തമായിട്ട് കാറുകൾ വീടുകളൊക്കെ ഓൺ ചെയ്ത് വരുന്നു. അതുകൊണ്ട് ആ സെറ്റപ്പ് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അതേപോലെ ഈ ബട്ടൺ പ്ലേസ്മെന്റ് നമ്മുടെ ഈ വുമൻ ആൻഡ് മെന്നിന്റെ ഷോർട്സിലും ഡ്രസ്സിലും ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വുമന് ആക്ച്വലി ലെഫ്റ്റ് സൈഡ് ബട്ടൺസും മെന്നിന് റൈറ്റ് സൈഡും ആണ് ബട്ടൺസ്. അത് ആക്ച്വലി നേരത്തെ ഉള്ള കാലം മുതലേ ലെഫ്റ്റ് സൈഡ് ബട്ടൺസ് വുമന് വെക്കാൻ കാര്യം മീറ്റ്സ് ആയിരുന്നു ഡ്രസ്സ് ചെയ്തോണ്ടിരുന്നത്. അതേപോലെ മെന്നിന് റൈറ്റ് സൈഡ് വരുന്നത് അവര് സ്വന്തമായിട്ടാണ് ഡ്രസ്സ് ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഈ ജീൻസ് പണ്ട് US തിയേറ്റേഴ്സിലും സ്കൂൾസിലും ഒക്കെ ബാൻഡായിരുന്നു. ബിക്കോസ് അവർ ഈ റിബില്യൻസ് ആണ് അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് അവരിത് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബിക്കിനിൻ്റെ കേസിൽ 1947 ഈ ഒരു ഡിസൈൻ തന്നെ കൊണ്ടുവരുന്നത് ബിക്കിനിൻ്റെ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഡിസൈൻ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരു പ്രൊഫഷണൽ മോഡൽസും അത് അക്സെപ്റ്റ് ചെയ്തില്ലെന്നാണ് എല്ലാവരും ഇത് ഡിനേ ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിസൈനറിൻ്റെ സ്ട്രിപ്പറിൻ്റെ ആവശ്യമാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാനും തുടങ്ങി. അതുപോലെ തന്നെ ഈ ബ്യൂട്ടി പേജൻസിനൊക്കെ ഒരു ബിക്കിനി റൗണ്ട് തന്നെ ഉണ്ട് ഇപ്പോൾ. ഞാൻ ഈയിടെയായിട്ട് ഒരു റീൽ കണ്ടായിരുന്നു, ഈ അണ്ടർടോൺ ചേഞ്ച് ചെയ്യുന്നത്. ചില കളർ പാലറ്റ് വെക്കുമ്പോഴത്തേനും നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആവും, ചിലത് വെക്കുമ്പോൾ നല്ല ഡള്ളാവും. അപ്പം അത് ശരിക്കുള്ളതാണോ? ആക്ച്വലി അതിന് കളർ അനലൈസിസ് എന്നാണ് പറയുക. അപ്പം നമുക്ക് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് ഒരു കളർ നമുക്ക് സ്യൂട്ട് ആവും, പക്ഷേ അതിൻ്റെ വേരിയേഷൻസ് നമുക്ക് ചിലപ്പം പറ്റില്ല. ഇപ്പം നമ്മുടെ ഫേസിൽ ഈ പറയുന്ന പോലെ അണ്ടർ ഐ അല്ലെങ്കിൽ ഫേസ് പിഗ്മെൻറ്റേഷനൊക്കെ കവർ ചെയ്യുന്ന പോലെ ഒരു കളർ, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ച് ഗ്ലോ ആക്കുന്ന പോലെ ഒരു കളർ എന്തായാലും നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു കളർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആ ഒരു കളർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു കളർ ഡ്രസ്സ് വെയർ ചെയ്യുമ്പോൾ കുറേ കൂടെ നമ്മുടെ ഈ ഫേസിലെ നാച്ചുറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അതാണ് ഈ കളർ അനലൈസിസ് എന്ന് പറയുന്നത്. ജനറലി ആൾക്കാർ ഗേൾസിനെ ഇങ്ങനെ കളിയാക്കാറുണ്ട്, കുളിക്കാറില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. അപ്പം റിനൈസൻസ് പീരീഡിൽ ഫ്രാൻസിൽ ആൾക്കാർ കുളിക്കാറേ ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അൺപ്ലസൻറ്റ് ഓർഡർ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പെർഫ്യൂംസ് യൂസ് ചെയ്യായിരുന്നു. അപ്പം അങ്ങനെയാണ് പെർഫ്യൂംസ് ഇത്ര പോപ്പുലർ ആവുന്നത്. പിന്നെ ഈ ക്രോക്സ് ഇതേപോലെ ഇപ്പോൾ ഉള്ള സ്റ്റൈല് മെയിൻ ക്രോക്സ് ആണ്. മിക്കവരും സ്റ്റൈൽ ചെയ്യുന്നതും എല്ലാം അതിന്റെ കൂടെ. പക്ഷെ ആക്ച്വലി അത് ശരിക്കും അത് ഉണ്ടാക്കിയത് ബോട്ടിംഗ് പീപ്പിളിന് വേണ്ടിയാ. അവർക്ക് സ്ലിപ്പറി ആവാണ്ടിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയാ ക്രോക്സ് ശരിക്കും ഉണ്ടാക്കിയത്. ഈ ക്രോക്സ് ആക്ച്വലി നമ്മൾ കംഫർട്ട് നോക്കിയാണ് വാങ്ങുന്നത്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കൂടുതൽ നമ്മളൊക്കെ ആയാലും കംഫർട്ട് നോക്കിയിട്ടായിരിക്കും ഫുഡ് വെയർ ഒക്കെ വാങ്ങുന്നത്. പക്ഷേ ഈ 15th സെഞ്ച്വറിയിലെ ആൾക്കാർ പോയിന്റി ഷൂസ് ആയിരുന്നു വരുന്നത്. അത് അവർ ഭയങ്കര ലോങ്ങും ഇംപ്രാക്ടിക്കൽ ആയിട്ടായിരുന്നു വരുന്നത്. അതിൽ തട്ടിയിട്ട് ഫേറ്റൽ ഇഞ്ചറീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സ്നീക്കേഴ്സ് വരുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഷൂസിൽ റബ്ബർ സോൾസ് ആയിരുന്നില്ലേ. അപ്പോൾ സ്നീക്കേഴ്സ് നമ്മളത് ക്രിയേറ്റ് ചെയ്ത് തന്നെ ഒരു സൈലൻസിനെ സിംബലൈസ് ചെയ്തിട്ട്, മറ്റേതൊരു ക്രീക്കി സൗണ്ട് വരും, ഇതാകുമ്പോൾ ഒരു സൈലൻസിനെ സിംബലൈസ് ചെയ്തിട്ടാണ് ഈ സ്നീക്കേഴ്സ് വരെ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇരുന്ന ഡ്രസ്സിന്റെ നെക്ക് ഡിസൈൻ അനുസരിച്ച് ചെയിൻസ് ഒക്കെ മാറ്റിയിരുന്നു. ടർട്ടിൽ നെക്ക് ആണെങ്കിൽ ലോങ് ചെയിൻ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ അക്സസറൈസ് ചെയ്യുന്ന ഫാഷൻ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? നമ്മൾ ഈ ഡ്രസ്സിങ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആവുന്നത് അതിൻ്റെ സ്റ്റൈലിങ്ങിലാണ്. അതിന് ആക്സസറി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ടേർട്ടിൽ നെക്ക് വെയർ ചെയ്യുമ്പം ലോങ് ചെയിൻസ് യൂസ് ചെയ്യും, ലെയർഡ് ചെയിൻസ് യൂസ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒക്കേഷൻ എന്താണ്, ഒരു കാഷ്വൽ വെയർ ആണോ അതോ ഒരു പാർട്ടി വെയർ ആണോ, ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ആക്സസറി സ്റ്റൈൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ്, ഈ ഇയറിങ്സിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഒരു റൗണ്ട് ആയിട്ടുള്ളൊരു ഫേസ് ഷേപ്പിൻ്റെ ഒരാളാണെങ്കിൽ വീണ്ടും ഒരു റൗണ്ട് ആയിട്ടുള്ളൊരു ഇയറിങ്സ് ചെയ്യുമ്പോഴത്തേക്കും ആ ഫേസിന് വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു ഇയറിങ്സ് ആണ് ആളിടുന്നതെങ്കിൽ ഫേസ് കുറച്ചും കൂടെ ലോങ് ആയിട്ട് തോന്നാനും മൊത്തത്തിലൊരു ലുക്ക് തന്നെ ചേഞ്ച് ആവും. അവിടെയാണ് നമ്മൾ സ്റ്റൈലിങ്ങിൻ്റെ റോള് വരുന്നത് മെയിനായിട്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് കുറവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു വലിയ ജ്വല്ലറി ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ചേരില്ല. ചിലപ്പോൾ മേ ബി ആ ഔട്ട്ഫിറ്റിൻ്റെ നെക്കിൽ ചേരുമായിരിക്കും. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം വരുന്നത്. അപ്പം ആക്സസറി മാത്രമല്ല, ജ്വല്ലറീസ് മാത്രമല്ല, ആക്സസറി എന്ന് പറയുമ്പോഴത്തേക്കും ക്ലച്ചസ്, ബാഗ്സ്, ബെൽറ്റ്സ് ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതില്ലാത്ത ഒരു ലുക്കും ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആവില്ല. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിന്. നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഫാഷൻ ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ആസ് എ ഫാഷൻ ഡിസൈനർ ഇപ്പൊ രാജിക്ക് ഫാഷൻ ഡിസൈനിങ് കരിയർ ആയിട്ട് എടുക്കുന്നവർക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ? ശരിക്കും ഇപ്പോൾ ആൾ പറഞ്ഞ പോലെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ക്ലോത്തിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഫുഡ് പോലെ തന്നെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ക്ലോത്തിങ്. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവരുടെ ബോഡി ടൈപ്പിനനുസരിച്ച് അല്ലെങ്കിൽ കുറേ കൂടി ഡ്രസ്സിങ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് മാത്രം നമുക്കുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റീസും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ പാഷനേറ്റ് ആണോ, നമുക്ക് ഈ ഒരു റോളിലോട്ട് ഇറങ്ങാം. പിന്നെ നമുക്ക് യുണീക്കായിരിക്കുക, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിരിക്കുക, നമ്മുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ നമ്മൾ ഈ ഒരു ഫീൽഡിൽ കൊണ്ടുവരാം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത് നമ്മളൊരു നല്ലൊരു ലിസണറായി ആയിരിക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. കാരണം കൂടുതൽ നമ്മൾ കസ്റ്റമറുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ടെക്സ്റ്റൈൽ ഫീൽഡ് ആയിക്കോട്ടെ, റീറ്റെയിൽ ഫീൽഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ VMI ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ ആയിക്കോട്ടെ, മീഡിയ ആയിക്കോട്ടെ, ഏതൊരു ഫീൽഡിലും, അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റൈലിംഗ് ആയിക്കോട്ടെ, ഏതൊരു ഫീൽഡിലും കുറേ എല്ലാ ഒരു ഫീൽഡിലും നമ്മളൊരു കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വർക്കിംഗ് ആണെങ്കിൽ തന്നെ ബാക്കി ഫ്രീ ടൈം യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് സ്റ്റൈലിംഗ്, പേഴ്സണൽ സ്റ്റൈലിംഗ്, അങ്ങനെ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്ഷനാണ്. അത് നമ്മൾ പാഷനേറ്റ് ആണെങ്കിൽ എന്തായാലും ചൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇന്നത്തെ ശരിക്കും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു നമ്മുടെ. അപ്പോൾ നമുക്കിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. Signing off for today.
It's a bye bye from Artisan Talks in Creative Education College.